സ്വന്തം കണ്ടുപിടുത്തം. ആരും പറഞ്ഞിട്ടില്ല. നമ്മുടെ ഭാവനയില് സാറ് എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തന്നത്. അപ്പോൾ അവർ ഒരു മോഡൽ അയച്ചു തന്നപ്പോൾ ഞാൻ അതിനെ പകർത്തി ഉണ്ടാക്കിയത്. കാരണം അവർക്കത് വേണ്ട, നമ്മൾ വേറെ നമ്മുടെ സന്തോഷത്തിൽ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളതാണ്. ഇതിന് ജലചക്രം എന്നാണ് പറയും നമ്മൾ, അല്ലെങ്കിൽ വാട്ടർ വീൽ ഫൗണ്ടിങ് എന്ന് പറയും. ഒറ്റ ലെങ്ത് കമ്പിയിലാണ് ഈ പലരും പല തരം തൊഴിൽ ചെയ്യുന്നത്. ഒരൊറ്റ കമ്പിയിൽ ആ കമ്പിയുടെ പെൻഡ് വളയ്ക്കുന്നത് കറക്റ്റ് അല്ലെങ്കിൽ ഒന്നും വർക്ക് ചെയ്യില്ല. ഒരു കമ്പി അങ്ങോട്ടാണെങ്കിൽ ഒരു കമ്പി അതിൻ്റെ രണ്ട് വശം, ഈ വശം വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് അവർ ആ വശം പണിയെടുക്കുന്നത്. ആ ഭാഗത്തുള്ളവർ പണി കഴിഞ്ഞാലാണ് ഈ ഭാഗത്തുള്ളവരൊക്കെ പണിയെടുക്കുന്നത്. ഓരോരുത്തരും ഓരോ സൈഡ് കഴിഞ്ഞിട്ടാണ് പണിയെടുക്കുന്നത്. ഒരുമിച്ചല്ല പണിയെടുക്കുന്നത്. താഴെ നിൽക്കുന്നവർ മാത്രമാണ് ഒരുമിച്ച് പണിയെടുക്കുന്നത്. ബാക്കി ഈ മുകളിലെ സ്റ്റെപ്പിലൊക്കെ ഓരോരുത്തരും ഓരോ പണി കഴിഞ്ഞിട്ടാണ് വരുന്നത്. അതിന് ആ കമ്പീനെ കൂടെയുള്ള ബെൻഡിനെ വളച്ചതിൻ്റെ ഇതിലാണ് ആ പക്ഷി പറക്കുന്നതിലേക്കും ചെയ്യും. ഈ പക്ഷി അതിന് നോക്കിയിരിക്കുകയാണ്, എന്താ താഴെ നടക്കും, മീൻ പിടിക്കുന്ന ആൾക്കാരെയൊക്കെ നോക്കി. റൊട്ടേഷൻ ചെയ്യുന്ന മോട്ടറിലാണിത് പ്രവർത്തിക്കുന്നത്. ബാറ്ററിയിലാണിത് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ സ്പീഡ് കൂടി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളിതിൽ എന്താണ് അവർ വർക്ക് ചെയ്യണതെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. ഇത് സ്ലോവിലായതുകൊണ്ട് ഇത് അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തരെടുക്കുന്ന തൊഴിലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. ഇത് കുറേ ഉണ്ടതില്ലേ, ഇനിയുണ്ട് സീനറി ഉണ്ടാക്കാണ്. അത് ഇതിന് ബേസിൽ കയറണ്ടേ. ഇത് ചക്രം ചവിട്ടിയുടെ മാതൃകയിലാണ് അത് വരുന്നത്. ഇപ്പോൾ ചക്രം ചവിട്ടിക്ക് പകരം നമുക്ക് ഫൗണ്ടേഷൻ ചെയ്യുന്ന മോട്ടർ കിട്ടുമല്ലോ. അപ്പോൾ ആ മോട്ടർ വെച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും. പണ്ടാണ് ചക്രം ചവിട്ടിയുടെ ആവശ്യം ഉണ്ടായിരുന്നത്. പ്രദർശനത്തിന് കൊണ്ടുപോകുന്നത് ആൾക്കാർ പഠിച്ച പ്രദർശനത്തിന് സ്കൂളുകളിൽ കഴിഞ്ഞ പ്രാവശ്യം കാണാൻ കണ്ടോ. അവിടെ ഒരു 5 ദിവസത്തെ പ്രോഗ്രാം, ഒരു വായനശാല കെട്ടിട ഉദ്ഘാടനത്തിന് 5 ദിവസം പ്രോഗ്രാം. എന്നിട്ട് നമ്മുടെ ലേബർ തരണമെന്ന് മാത്രം. അതിൻ്റെ പിന്നെ ബാക്കി വെക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തു തരണം. ഓർഡർ പ്രകാരം ഉണ്ടാക്കി കൊടുക്കുന്നത്.